ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി ശക്തമാകുന്നു. CPM നേതൃത്വത്തെ പരസ്യമായി കുറ്റപ്പെടുത്തി RJD രംഗത്തെത്തി. മുന്നണി മാറ്റത്തിന്റെ സൂചനകൾ നൽകി MV ശ്രേയാംസ്കുമാർ. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങളാണ് ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിയിലെത്തി നിൽക്കുന്നത്. RJDക്ക് സീറ്റ് നൽകാനുള്ള മാന്യത CPM കാട്ടണമായിരുന്നുവെന്ന് MV ശ്രേയാംസ്കുമാർ തുറന്നടിച്ചു. മുന്നണിയിലേക്ക് വലിഞ്ഞുകയറി വന്നവരല്ല തങ്ങൾ, ക്ഷണം സ്വീകരിച്ചാണ് വന്നത്. രാജ്യസഭാ സീറ്റോടെയാണ് മുന്നണിയിൽ വന്നത്. CPMൽ നിന്നും തുടർച്ചയായി അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2 തവണ ഉപേക്ഷിച്ച ചർച്ച എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല. കാരണം സാധാരണ പാർട്ടിക്കാരെ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു LDF യോഗത്തിലെല്ലാം തന്നെ 11-ാമതായിട്ടാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ 11-ാം കക്ഷിയാണ് ഈ മുന്നണിയിൽ. അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട്? രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും അടക്കം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും പരിഗണിച്ചില്ല. കേരള കോൺഗ്രസ് എമ്മിന് മാത്രം സീറ്റ് നൽകിയാൽ എങ്ങനെ കെട്ടുറപ്പുണ്ടാകും? കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലുള്ളവർ ഉണ്ടെന്നും JDSനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. ഉഭയകക്ഷി ചർച്ച പോലും മുന്നണിക്കുള്ളിൽ നടക്കുന്നില്ല. JDS ഇന്ത്യയുടെ ഭാഗം എന്നല്ല പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഭാഗമാണ്. അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ NDA സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത്. എന്നിട്ട് പോലും നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി. മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല. 2.5 വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതും നടന്നില്ല. എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നത്? അതിൻ്റെ അകാര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല. UDFൽ ഇതിനേക്കാൾ പരിഗണന കിട്ടിയിരുന്നു. പ്രവർത്തകർ നിരാശരാണെന്നും അതിനാൽ മന്ത്രിസ്ഥാനം നിർബന്ധമായും വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വമ്പൻ തോൽവിയിൽ ദുർബലരായ CPM മുന്നണിയിൽ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന് തന്നെയാണ് തുറന്നു പറച്ചിലൂടെ വ്യക്തമാകുന്നത്. ജനം, കോഴിക്കോട്.